ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മട്ടൻ ഉപയോഗിച്ചിട്ട് ഒരു കുക്കർ ദം ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് നോക്കട്ടെ. വളരെ ലളിതമായിട്ട് ഉണ്ടാക്കി എടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാ 1 കിലോ അരി, അതുപോലെ തന്നെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, ഏലക്കായ, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചതച്ചത്, ഒരു 10-12 വെളുത്തുള്ളി അല്ലി ചതച്ചത്, പിന്നെ 2 ടീസ്പൂൺ ഉണ്ടാവും ഈ ഒരു കുരുമുളക് പൊടി, 2 ടീസ്പൂണ് നല്ല ജീരകം. നമുക്ക് ഈ ചേരുവകളും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതും ഒരു 2 ടീസ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അധികം മഞ്ഞൾപ്പൊടി ചേർക്കാത്തതാണ് നല്ലത്. ഈ ഒരു ദം ബിരിയാണിക്ക് മട്ടനാവുമ്പോൾ പ്രത്യേകിച്ച് മഞ്ഞ കളറൊക്കെ ഒരു ഒരു കുരുമുളകിന് പ്രാധാന്യം നൽകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുക്കറിലൊക്കെ ഇട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വിസിൽ വരുത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ അരി 1 കിലോ എടുത്തിട്ടുണ്ട്. കഴുകിയൊക്കെ വൃത്തിയാക്കി വാരി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 വലിയ സവാള. അപ്പോൾ ഒരു 5 വിസിൽ വരുത്തിയെടുക്കാം നമുക്ക്. പിന്നെ അത് സവാള വഴറ്റാനായിട്ട് ദം ചെയ്യാനായിട്ടും ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു 100 ഗ്രാം വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക്. ഇതിൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. പച്ചമുളക് എടുക്കുമ്പോൾ മരത്തിൽ നിന്ന് പറിക്കണത്. ബോറടിച്ചില്ലല്ലോ. അപ്പോൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 4 തക്കാളി, അതിൽ ചെറിയൊരു പൂവ്, 2 ഗ്രാമ്പു, 1 ഏലക്കായ, പിന്നെ ഇതാ ഒരു ചെറിയ ജാതിക്കൻ്റെ കഷ്ണം. ഈ ജാതിക്ക ആദ്യമായിട്ട് ഈ വീട്ടിൽ കായ്ച്ചതാട്ടോ. ആ ഒരു സന്തോഷം കൂടി ഉണ്ട് എനിക്ക് ഈ ഒരു ജാതിക്ക ഇടുന്ന സമയത്ത്. 1 സ്പൂണ് കുരുമുളക് പൊടി ഉണ്ടാവട്ടെ ഇത്. പിന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടിയിലട്ടാ. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മട്ടൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം കൂടി വേവാനായിട്ടുണ്ട്. അപ്പോൾ പാകമായിട്ടുള്ള നമ്മളെ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് ദം ചെയ്യാനായിട്ട് കുക്കറിൽ യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്ക് നമുക്ക് അരി വേവിച്ചെടുക്കാനുണ്ട്. പിന്നെ ലേശം തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തക്കാളിൻ്റെ പുളിപ്പ് എത്രത്തോളം ഉണ്ട് അത് നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ആവശ്യത്തിന് വേണ്ടി തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അരി ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് മാത്രം വെള്ളം നമുക്ക് ആദ്യം തന്നെ എടുക്കുക. പിന്നെ അതുപോലെ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പനെ ഈ പൊടിയിപ്പായാലും കുഴപ്പമൊന്നുമില്ല. പാകത്തിനൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട ഗ്രാമ്പൂവൊക്കെ ഇട്ട് കൊടുത്തതിന് പകരം ഇതായി ഈ ബിരിയാണി ലീഫും അതുപോലെ തന്നെ കറുകാപ്പട്ടൻ്റെ 2 ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചോറൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ ഇത് സാധാരണ ഒരു ബിരിയാണി അരിയാണ് കേട്ടോ. ജോക്കറാണോ എന്നാണ് എനിക്ക് ഡൗട്ടുണ്ട്. ഏതായാലും ഏത് ബിരിയാണി അരി കൊണ്ടായാലും ബിരിയാണി തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഈ ഒരു അരി ജോക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിരിയാണി അരി പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. തമ്മിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ പാകമായി ഒറ്റക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇലയൊക്കെ മാറ്റിയതിന് ശേഷം അതാ ചോറ് വാരിയെടുക്കാം.
ഈ ഒരു രീതിയിലാട്ടോ അരി വന്നിട്ടുള്ളത്. ഉള്ളൊക്കെ പൊട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ ദം ചെയ്യാനായതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എന്താ പറയുക, പെട്ടെന്ന് ഏറാതിരിക്കാൻ വേണ്ടിയിട്ട് വാരിയെടുക്കുക. നമുക്ക് കണ്ടില്ലേ, തമ്മിലൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചപ്പ്, പുതിന ഒക്കെ അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സിമ്മിലാക്കി കൊടുക്കാം നമുക്ക് ദം ചെയ്യാനുള്ള ഈ ഒരു കുക്കർ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ ഒരു മസാല. അപ്പോൾ ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക. അപ്പോൾ കുറേയൊക്കെ ബിരിയാണിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ബിരിയാണിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുഴമീൻ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ട്, അങ്ങനെ ഒരുപാട് ബിരിയാണീൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതപ്പോൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിത് മേലെ മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചപ്പും പൊതിനയൊന്നും ഇടയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഈ മട്ടൻ ആയതുകൊണ്ട് തന്നെ നെയ്യ് വളരെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മട്ടനിൽ അത്യാവശ്യത്തിനുള്ള നെയ്യും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇത് മീതെ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ചപ്പ് പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മട്ടനും ബീഫൊക്കെ പാകം ചെയ്യുമ്പോൾ കുറച്ച് ഓയിലും അതുപോലെ തന്നെ നെയ്യൊക്കെ കുറക്കണത് നന്നായിരിക്കും അല്ലേ. അപ്പോൾ വിസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊരു 3 മിനിറ്റ് മാത്രമേ ഞാനിത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു വിസിലൊന്നും വരുത്തിയെടുത്തിട്ടില്ല. നമ്മൾ മട്ടൻ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് മാത്രമേ ഞാനിത് വിസിലൊക്കെ വെച്ചിട്ടുള്ളൂ. വിസിൽ വരാനായിട്ടൊന്നും കാത്തു നിന്നിട്ടില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് മാത്രം ദം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം സാവധാനം നമ്മൾക്ക് സെർവ് ചെയ്യാൻ ടൈം ആകുമ്പോൾ മാത്രമാണ് ഇത് വിളമ്പിയത്. അപ്പോൾ ഇതാ മസാലയൊക്കെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്, ചോറ് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ കുറച്ചൊക്കെ മസാല ചോറിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ദം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനൊന്നും മടിക്കാതിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ വരുന്നവരെ ബായ്.